കൊച്ചി മരടിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിലെ ലഹരി കേസിലാണ് താരങ്ങൾ കുടുങ്ങിയിരിക്കുന്നത്. ലഹരിപ്പാർട്ടി നടന്ന ഓംപ്രകാശിന്റെ മുറിയിൽ ശ്രീനാഥ് ഭാസിയും പ്രയാഗ മാർട്ടിനും എത്തിയെന്ന് പോലീസ് റിമാൻഡ് റിപ്പോർട്ടിലൂടെ വെളിപ്പെടുത്തി. മറ്റൊരാളുടെ പേരിൽ 3 മുറികളാണ് ഓംപ്രകാശും സംഘവും ഹോട്ടലിലെടുത്തത്. ഇവിടെ 20ഓളം പേരാണ് വന്നു പോയിട്ടുള്ളത്. ഇതിൽ MDMA കേസിൽ പ്രതിയായ ബിനു അടക്കമുണ്ടായിരുന്നുവെന്നും കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ഹോട്ടൽ മുറിയിൽ നടത്തിയ പരിശോധനയിൽ ലഹരി വസ്തുക്കളുടെ കവറുകളടക്കം കിട്ടിയിരുന്നു. ഇതിൽ നിന്നാണ് ലഹരിപ്പാർട്ടി നടന്നതായി പോലീസ് ഉറപ്പിച്ചത്. ഹോട്ടലിലെ CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ചാണ് ഇവിടെ വന്ന താരങ്ങളെ അടക്കം കണ്ടെത്തിയത്. താരങ്ങൾ ഉൾപ്പെടെ ഹോട്ടലിൽ വന്നുപോയവരെക്കുറിച്ച് ആഴത്തിലുള്ള അന്വേഷണമുണ്ടാകുമെന്ന് കൊച്ചി സിറ്റി പോലീസ് അറിയിച്ചു. ഈ പ്രതികളെ അറസ്റ്റ് ചെയ്തതിനു ശേഷം പ്രതികളുടെ രക്തസാമ്പിള്, യൂറിൻ, ബ്ലഡ് ഇതെല്ലാം നമ്മൾ ശേഖരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം വിശദമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നത്. ഇതിൽ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ ആളുകളെയും വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലുകൾക്ക് വിധേയനാക്കും. എല്ലാ തെളിവുകളും ശേഖരിച്ചിട്ടുണ്ട്. അവിടെ വന്നിട്ടുള്ള മുഴുവൻ ആളുകളെക്കുറിച്ചും നമുക്കറിയാം. അവിടെ നടന്നിട്ടുള്ള മുഴുവൻ വസ്തുക്കളെക്കുറിച്ചും നമുക്കറിയാം. ഗുണ്ടാ പ്രവർത്തനങ്ങളിൽ നിന്ന് ഓംപ്രകാശ് ലഹരി ഇടപാടുകളിലേക്ക് കടന്നതായി പോലീസിന് വിവരം കിട്ടിയിരുന്നു. കൊച്ചി നഗരത്തിലെ ഇയാളുടെ ഇടപാടുകളും നിരീക്ഷണത്തിലായിരുന്നു. മരടിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ ഓംപ്രകാശും സംഘവും എത്തിയതായി വിവരം കിട്ടിയാണ് പോലീസ് ഇവിടെ റെയ്ഡ് നടത്തിയത്. താരങ്ങളെ അടക്കം ലക്ഷ്യം വെച്ചുള്ള ഇടപാടുകൾക്കായാണ് ഓംപ്രകാശ് പഞ്ചനക്ഷത്ര ഹോട്ടൽ തെരഞ്ഞെടുത്തതെന്നാണ് പോലീസിന്റെ നിഗമനം. ഉപയോഗത്തിന് ശേഷം ബാക്കി വന്ന വളരെ കുറച്ചളവ് കൊക്കൈനാണ് പോലീസിന് കണ്ടെടുക്കാൻ കഴിഞ്ഞത്. കണ്ടെടുത്ത ലഹരിയുടെ അളവ് കുറവായതിനാലാണ് ഓംപ്രകാശിനും കൊല്ലത്തെ മരവ്യവസായിയായ ഷിഹാസിനും മജിസ്ട്രേറ്റ് ജാമ്യം അനുവദിച്ചത്. വിദേശത്ത് നിന്നാണ് ഇവർ കൊക്കൈൻ എത്തിച്ചത്. ഇതിനിടെ കൊച്ചിയിൽ നടന്ന നോർവീജിയൻ DJ അലൻ വാക്കർ ഷോയുമായി ബന്ധപ്പെട്ട വിവരങ്ങളും കൊച്ചി സിറ്റി പോലീസ് ശേഖരിക്കുന്നുണ്ട്. ബിനിൽ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.